വഴിയോര കച്ചവടത്തിനെതിരെ കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന നഗരസഭ ക്ലീൻ സിറ്റി മാനേജർക്ക് നിവേദനം നൽകി. വഴിയോര കച്ചവടം പൂർണ്ണമായും നിരോധിച്ചുവെന്ന് കാണിച്ച് നഗരസഭ മുമ്പും പലതവണ രേഖാമൂലം സമിതിക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ നഗരത്തിൽ വഴിയോര കച്ചവടം തകൃതിയാകുകയാണ്. ഇത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ അടച്ചുപൂട്ടലിലേക്ക് എത്തിക്കുകയാണ്. കട്ടപ്പന നഗരത്തിൽ വിവിധ ഭാഗങ്ങളിലായി വാഹനങ്ങളിൽ വഴിയോര കച്ചവടം തകൃതിയെ നടക്കുകയാണ്. മുമ്പ് നിരവധി തവണ വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന നഗരസഭ അധികാരികൾ മുമ്പാകെ പരാതി അറിയിക്കുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതിൻ പ്രകാരം നഗരത്തിലെ അനധികൃത വഴിയോര കച്ചവടം പരിപൂർണമായി നിരോധിച്ചതായി അറിയിച്ച് വ്യാപാരി വ്യവസായി സമിതിക്ക് നഗരസഭ രേഖാമൂലം കത്ത് നൽകിയതാണ്. എന്നാൽ അനധികൃത കച്ചവടങ്ങൾക്ക് യാതൊരുവിധ അയവും വന്നിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ജിൻസ് സിറിയക്കിന് കട്ടപ്പന യൂണിറ്റ് നിവേദനം നൽകിയത്. ഈ കട്ടപ്പന നഗരസഭാ പരിധിയിൽ വഴിയോരങ്ങളിൽ വ്യാപാരം ചെയ്യുന്ന അന്യസംസ്ഥാനക്കാരും മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന വ്യാപാരങ്ങൾ അത് കട്ടപ്പന നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് വ്യാപാരം ചെയ്യുന്നത് കട്ടപ്പന നഗരസഭയെ വ്യാപാരി വ്യവസായി സമിതി നിരന്തരം നിവേദനങ്ങൾ കൂടെ അത് അറിയിക്കുകയും അതിന് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന നഗരസഭ രേഖാമൂലം വ്യാപാരി വ്യവസായി സമിതിക്ക് കട്ടപ്പന നഗരസഭയിലെ വഴിയോര കച്ചവടങ്ങൾ പരിപൂർണമായി നിരോധിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു കത്ത് തരികയുണ്ടായി. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വിവിധങ്ങളായിട്ടുള്ള വണ്ടികൾ കട്ടപ്പനയുടെ വഴിയോരങ്ങൾ കവർന്നുകൊണ്ട് അവിടെ വ്യാപാരം നടത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പം സംജാതമായിരിക്കുന്നത്. അത് ഇവിടുത്തെ കട്ടപ്പനയിലെ വ്യാപാരം നടത്തുന്ന എല്ലാവിധ നിയമങ്ങളും പാലിച്ച് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. നഗരത്തിൽ അന്യസംസ്ഥാനത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമായി പകലും രാത്രിയിലുമെല്ലാം നിരവധി വാഹനങ്ങളിൽ വ്യാപാരം നടത്തുകയാണ്. ഇത് എല്ലാവിധ നിയമങ്ങളും പാലിച്ച് വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്നു. ഇതോടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലേക്കെത്തി. യാതൊരുവിധ ലൈസൻസോ അനുബന്ധ രേഖകളോ ഒന്നുമില്ലാതെ വ്യാപാരം നടത്തുന്നു എന്നതിലുപരി നിരോധിത ക്യാരി ബാഗുകൾ ഉപയോഗിക്കുകയും മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയുന്നതും പതിവാണ്. അനധികൃതമായ ഇത്തരത്തിലെ വ്യാപാരങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ച് നിരോധിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി സമിതി നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി ഷിനോജ് GS, ഭാരവാഹികളായ ആൽവിൻ തോമസ്, MR അയ്യപ്പൻകുട്ടി, PM ഷെഫീഖ്, മനു ജോസഫ്, AV രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.